മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ PM എ സലാമിന്റെ വിവാദ പരാമർശത്തിൽ പ്രതിസന്ധിയിലായി മുസ്ലിം ലീഗ്. വ്യാപകമായ പ്രതിഷേധമുയർന്നപ്പോൾ ഗത്യന്തരമില്ലാതെ മറ്റു മാർഗങ്ങളില്ലാതെ സലാമിനെ തള്ളി ലീഗ് നേതൃത്വം രംഗത്ത് വന്നു. രാഷ്ട്രീയ വിമർശനങ്ങളാകാം, എന്നാൽ വ്യക്തി അധിക്ഷേപം പാടില്ലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് ആവശ്യമാണ്, അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ വേണം, അത് വേണ്ടതുമാണ്. അതേ അവസരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് പോകാൻ പാടില്ല. അത് ഒരു നല്ല കാര്യമല്ല. പാർട്ടിയുടെ നയവുമതിന്റെ കൃത്യമായുള്ള അധിക്ഷേപത്തിലേക്ക് വിമർശനങ്ങൾ പോകാൻ പാടില്ല. എല്ലാവരും അത് സൂക്ഷിക്കേണ്ടതാണ്. സലാമിനെ തള്ളി PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നു. മുസ്ലിം ലീഗിന് ഒരു രീതിയുണ്ടെന്നും പ്രതിപക്ഷ ബഹുമാനത്തോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ലീഗെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റുപറ്റിയെങ്കിൽ തിരുത്തണമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. എപ്പോഴും ഒരു രീതിയുണ്ട്, വളരെ അന്തസ്സോടുകൂടി ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങൾ പറയില്ല. അന്തസ്സോടുകൂടിയൊക്കെ ഞങ്ങളെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നാക്കുപഴയും തെറ്റുമൊക്കെ പറ്റാം. എനിക്കുൾപ്പെടെ പറ്റാം, ആർക്ക് വേണമെങ്കിലും പറ്റാം. പറ്റിയ പാർട്ടി അത് തിരുത്തും. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലി കൂടി മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വാലി, ഈ PM എ സലാമിന്റെ മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപം മുസ്ലിം ലീഗിനെ അക്ഷരാർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണോ? വലിയ പ്രതിഷേധമുയർന്നപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ പരസ്യമായി സലാമിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലീഗ് നേതൃത്വം എത്തുകയായിരുന്നോ? എന്താണ് സംഭവിച്ചത്? മനു, വാഴക്കാട്ടെ PM എ സലാമിന്റെ പ്രസംഗമാണ് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് പോയത്. ഇത് വലിയ വിമർശനങ്ങൾ ഉയർന്നതോടെ മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വളരെ രൂക്ഷമായ ഭാഷയിലാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ തന്നെ വിമർശനം. അന്തസ്സില്ലാത്ത വർത്തമാനങ്ങൾ, മുസ്ലിം ലീഗിന്റെ രീതിയല്ല. നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ. ഞങ്ങൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ പ്രതികരിക്കുന്ന പാർട്ടിയാണ് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അദ്ദേഹത്തെ തിരുത്തും, അത് പാണക്കാട് ശിഹാബ് തങ്ങൾ തന്നെയാണ് തിരുത്താൻ അനുയോജ്യനായ വ്യക്തി. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. തിരുത്തി തന്നെ മുന്നോട്ട് പോകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തണമെന്നും വ്യക്തി അധിക്ഷേപം പാടില്ലെന്നും അദ്ദേഹം പാണക്കാട് സാദിഖ് അലി തങ്ങളും പറഞ്ഞു. രാഷ്ട്രീയ വിമർശനമാകാം, പക്ഷേ അത് ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപം പാടില്ല എന്നാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നു വരികയാണ്. പക്ഷേ ഇതുവരെ PM എ സലാം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. സലാം തന്നെ അത് വിശദീകരിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി ഒടുവിൽ പറയുകയും ചെയ്തിരിക്കുന്നു. മനു, ശരി. KT സ്വാലിഹ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.